അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. Let us read from Jeremiah chapter 29 verse 13. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. And you will seek me and find me when you search for me with all your heart. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. You will seek me, and when you search for me with all your heart, you will find me. തിരുവചനത്തിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ദൈവവചന ഭാഗമാണ് നാം വായിച്ചത്. The verse we read today is a very powerful and a hopeful verse. നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തെ കണ്ടുമുട്ടുവാനിടയായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അനുഭവമാണ്. The Lord we serve, meeting with him is the most blessed experience in our life. ആ ദൈവത്തെ സേവിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം അതിശ്രേഷ്ഠമായതാണ്. And the opportunity we have received to serve him is a great one. ഇവിടെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തിലേക്ക് കടക്കാം. Let us look into the background and go forward in this verse. നമുക്കറിയാം, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ബാബിലോണിന്റെ അവരുടെ ക്യാപ്റ്റീവ്സ് ആയി പിടിക്കപ്പെട്ടിരിക്കുന്ന കാലം. We know that God's own people Israel, they are in a time of exile under Babylon. നാം ഓർക്കണം, ഇസ്രായേലിന്റെ ഹോൾ ജേർണി നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ പരിപാലനം എത്രമാത്രം വലുതായിരുന്നു അവരുടെ ജീവിതത്തിൽ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. And when we see the whole journey of Israel, we can see how great God's protection and providence was for them. ഒരു ആയിട്ടുള്ള അത്ഭുതകരമായ നടത്തിപ്പ് നമുക്കതിൽ കാണാൻ കഴിയുന്നു. A care which a parent can provide to their child, God provided more than that for his people. എന്നാൽ ദൈവത്തിന്റെ വാക്കുകളിൽ നിന്നും പലപ്പോഴും വ്യതിചലിക്കുന്നതായ ദൈവത്തിന്റെ ജനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. But we can see these people who disobeyed God and his words. അനേക സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ വാക്കുകൾക്ക് വിരുദ്ധമായി അവർ നിന്നതായി ബൈബിളിലുണ്ട്. We can see many instances when they stood against the word of God. ആ അരഗൻസിയുടെയും ഡിസൊബീഡിയൻസിന്റെയും മധ്യത്തിൽ ദൈവം അവരെ പണിഷ് ചെയ്യുന്നതായും ബൈബിളിൽ കാണുന്നു. And we can also see in the midst of that arrogance and disobedience, God is punishing them. അപ്പോൾ ദൈവവുമായിട്ടുള്ളതായ മനുഷ്യന്റെ ബന്ധം, അതിൻ്റെ അകലം എപ്പോഴും കുറച്ച് വളരെ ക്ലോസർ ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ മനുഷ്യനായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Therefore we can see that God desires that a relationship for a man with God should be very deep and intimate. ദൈവത്തിന്റെ വചനത്തിൽ ദൈവപൈതൽ നിൽക്കണമെന്ന് ദൈവം എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നു. God also desires that a child of God should always stand in the word of God. എന്നാൽ ഈ കോണ്ടെക്സ്റ്റിൽ നാം നോക്കുമ്പോൾ വലിയ നഷ്ടങ്ങളാണ് അവർക്ക് ഒരുമിച്ച് സംഭവിക്കുന്നത്. But when we look through this context, they bear a lot of losses. ശക്തമായ ദൈവാലോചന അവർക്ക് വളരെ മുന്നമേ ഇൻ അഡ്വാൻസ് ആയി ദൈവം നൽകിയതാണ്. They received strong promise and prophecy from the word of God. നാം നോക്കണം, അവരുടെ യാത്ര കനാനിനെ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. And we can see that their journey is aimed to reach Canaan. അവരുടെ നിലവിളിയും പ്രയാസവും കേട്ട് കർത്താവ് അവരെ മിസ്രയീമിൽ നിന്നും ഫറവോന്റെ കഠിനമായ അടിമത്തത്തിൽ നിന്നും ദൈവം അവരെ പിടിച്ച് ഇറക്കി കയ്യിൽ പിടിച്ച് പുറത്തു കൊണ്ടുവന്നതാണ്. God heard their cry and saw their trouble and held their hands and pulled them out of the bondage of Egypt. മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നതോ മനുഷ്യന്റെ ശക്തികൾ കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്നതോ ആയ വിധത്തിലുള്ള പ്രവൃത്തിയല്ല ദൈവം അവർക്ക് വേണ്ടി ചെയ്തത്. It was not an act which could have done by a power of man or anything, but it was God's power. അവർ ഒരു പഴഞ്ചൊല്ലായി പോകണമെന്നാണ് ശത്രു ആഗ്രഹിച്ചത്. അവരുടെ പേര് നാമാവിശേഷമാകണമെന്നും എർത്തിൽ നിന്ന്, അതായത് ഭൂമിയിൽ നിന്ന് വൈപ്പ് ഔട്ടായി പോകണമെന്നാണ് ശത്രു ആഗ്രഹിച്ചത്. The enemy desired that they should be a byword and their name should be wiped out from this earth. എന്നാൽ ആ സ്ഥാനത്ത് ദൈവം മാത്രം, കരുണാമയനായ ദൈവം മാത്രമാണ് ആഗ്രഹിച്ചത് അവരുടെ ഉദ്ധാരണം. But at that time only the merciful God wanted to rescue and save them. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ദൈവമക്കളായിരിക്കുമ്പോൾ ഓർക്കുക, മറ്റുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ളതായ എല്ലാവരെക്കാളും നമ്മുടെ ഉദ്ധാരണം ആഗ്രഹിക്കുന്നത്
കരുണാമയനായ ദൈവമാണ്. Today, as we are in the presence of God, among all other people, it is only God who desires our rescue and salvation. നാം വിടുവിക്കപ്പെടണമെന്നും നാം സൗഖ്യമാക്കപ്പെടണമെന്നും ദൈവത്താൽ മാനിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൈവം മാത്രമാണ്. It is only God who desires that we should be delivered and be honored in the midst of our God. ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുവാനും ഈ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. And to that experience, only God can lead us. ഇവിടെ അങ്ങനെ ചെറുതും വലുതുമായ അനേക അത്ഭുതങ്ങളിലൂടെയാണ് ജനത്തെ ദൈവം നടത്തിയത്. Here we can see that God led them through big and small miracles. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നു. But in this time, they are disobeying God. അവർ ദൈവത്തിന്റെ ആലോചനകളെ കാര്യമായിട്ട് എടുത്തില്ല. They are not taking the promises of God seriously. ഇന്ന് പകൽക്കാലം ദൈവഭക്തിയിലെ ഓർക്കണം, ദൈവത്തോടുള്ളതായ നമ്മുടെ നിലപാട്, അവന്റെ ആലോചനയോടും വചനത്തോടുമുള്ളതായ നമ്മുടെ നിലപാട് എങ്ങനെയാണെന്ന് നാം വ്യക്തമാക്കണം. പരിശുദ്ധാത്മാവ് അത് ആഗ്രഹിക്കുന്നു. We need to clearly think today, and the Spirit also desires our attitude towards God and His counsel in our lives. മുമ്പിലുള്ളതായ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളതാണ്. എന്നാൽ ഇറ്റ് ഈസ് പ്യുവർലി കണ്ടീഷണൽ. ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ our relationship with God. We can see the future is bright, but it is purely conditional, as it is dependent only on our relationship with our God. നാമും ദൈവവുമായിട്ടുള്ള ബന്ധവും ദൈവവചനത്തോടുള്ളതായ നമ്മുടെ സമീപനവുമാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആയിരിക്കണമോ അതോ ഇരുട്ടിൽ തപ്പുന്നതായിരിക്കണമോ എന്നുള്ളത്. It will solely depend on our relationship with our God and our response, our behavior to the word of God. How will our future be? ഇവിടെ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച ഈ പർട്ടിക്കുലറായ വചനഭാഗത്തിലൂടെ ചിന്തിക്കുമ്പോൾ അവർക്ക് സംഭവിച്ചത് സ്പിരിച്വലായിട്ടും ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും കൾച്ചറലായിട്ടും വലിയ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിരിക്കുകയാണ്. Here, when we read this verse, we can see it is a time when the people of Israel have gone through a spiritual, emotional, cultural breakdown in their lives. അപ്പോൾ നാം ഓർക്കണം, നമ്മുടെ ആത്മീകമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ വിധത്തിലും നമ്മുടെ വെൽബീയിങ് നിക്ഷിപ്തമായിരിക്കുന്നത് നാമും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Therefore, we need to understand our well-being in our physical, spiritual, and our financial life is all dependent on our relationship with our God. കർത്താവിന്റെ ദാസൻ ആവർത്തന പുസ്തകത്തിലൂടെ ആ ചില ഭാഗങ്ങൾ റെഫർ ചെയ്തല്ലോ സങ്കീർത്തനത്തിൽ. അവിടെ വളരെ സ്പെസിഫിക് ആയി അനുഗ്രഹത്തിന്റെ വഴികളും ശാപത്തിന്റെ വഴികളും തരം തിരിച്ച് പ്രവാചകനിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. As we heard from the servant of God when he referred to Deuteronomy about the clear specification between blessing and curse in that chapter. നമ്മെ വിളിച്ചിറക്കിയിരിക്കുന്നത് ഒരു ചെറിയ ഫ്യൂച്ചർ കണ്ടുകൊണ്ടല്ല, വിശാലവും ശ്രേഷ്ഠവുമായ ഒരു വഴി തെരഞ്ഞെടുത്ത് നൽകിക്കൊണ്ടാണ് നമ്മെ മുൻപോട്ട് വിളിക്കുന്നത്. We have not been called for a small or ordinary future, but a great and bright future he has called and chosen us for that way. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു നാം നമ്മുടെ ഭാവിയെ പരിമിതപ്പെടുത്തരുത്. We must not limit our future. The Holy Spirit desires that we must not limit our futures. We can limit our future. We can limit our future. Because it is purely dependent upon our relationship with our Almighty. Because it is purely dependent on our relationship with our God Almighty. ഇവിടെ ഇസ്രായേൽ ജനത്തിന് ദൈവാലോചനയെ കാര്യമായി ഗണിക്കാത്തതിനാൽ വളരെ മേജർ ഡൗൺഫാൾ ആണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. And here, because Israel did not take the counsel of God seriously, they went through a major breakdown. അവർക്ക് ഫിസിക്കലായിട്ടും നാഷണൽ ലെവലിലുമുള്ളതായ ലോസിനെ കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. And we are going to meditate upon the physical and the national loss they went through. ഒന്നാമതായിട്ട് അവരുടെ ഹോംലാൻഡ് അവർക്ക് നഷ്ടമാകുകയാണ്. First thing is they lost their own homeland. അവരെ വളരെ ഫോഴ്സിബിൾ ആയിട്ട് അവിടെ നിന്ന് പിടിച്ചിറക്കി അവരുടെ നാട്ടിൽ നിന്ന് ദേശത്ത് നിന്ന് കംഫർട്ടബിളായി അവർ താമസിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുപോവുകയാണ്. They have been forcefully captured and been taken out of their comfort zones and their homes. നോക്കണം, വാഗ്ദത്തം നൽകി വിളിച്ചിറക്കിയ എല്ലാം നൽകിയ ദൈവത്തിന്റെ ഫേവർ ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നു.
We can see that the favor of God, which gave them a promise and brought them, has been lost. അപ്പോൾ നാഷണൽ ലെവലിലുള്ളതായ വലിയ നഷ്ടം അവർക്കുണ്ടാകുന്നു. Therefore, they are going through a big loss in their national level. അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത് യെരൂശലേം സിറ്റി ഇപ്പോൾ തീക്കിരയായിരിക്കുകയാണ്. And the promised land, which is Jerusalem city, is under fire now. അവരുടെ ഐഡന്റിറ്റി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥ. And it's a time where their identity is going to be destroyed. യെരൂശലേമിന്റെ മതിലുകളെല്ലാം ഇടിഞ്ഞു വീഴും തകർന്നു കിടക്കുന്ന അവസ്ഥ. It is a time where the walls of Jerusalem have been broken down. അവരുടെ ഭവനങ്ങളെല്ലാം നഷ്ടമാകുന്ന അവസ്ഥ. Their houses have been destroyed. അവർ പടുത്തുയർത്തിയതായ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നഷ്ടമാകുന്ന സാഹചര്യം. All the infrastructure they have built up have been destroyed. പ്രിയമുള്ളവരെ, അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ദൈവവചനത്തോട് വിമുഖത കാട്ടിയ ഒറ്റ കാരണമാണ്. My dear ones, why did this happen? Because they disobeyed and didn't take the word of God seriously. നമ്മെ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? Our call is a high call. Why it have been called? Our call is a high call. നമുക്ക് വലിയ വിളിയും വലിയ ഭാവിയുമാണ് ദൈവം കണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഭാവിയെ പരിമിതപ്പെടുത്താൻ നമുക്ക് കഴിയുമെന്ന് ഈ ഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. We have been called for a high call and a bright future, but this verse proves that we can limit our futures. അവർക്ക് ആധ്യാത്മികമായ മേഖലയിൽ നഷ്ടം വന്നത് അവർക്ക് ദൈവമായി നൽകിയതായ ദേവാലയം അവർക്ക് അത് ശത്രു അതിനെ ഡിസ്ട്രക്ട് ചെയ്യുകയാണ്. And another big loss they had was the temple of God, which the God gave them has been destroyed by the enemies. Jerusalem temple was the center of their worship. Jerusalem temple was the center of their worship. That also distracted. That was also destroyed. അതും അവർക്ക് നഷ്ടമാകുകയാണ്. That was also destroyed. അത് മാത്രമല്ല, സ്പിരിച്വാലിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഒരു ഫിസിക്കൽ ഇംപ്രൂവ്മെന്റ് ഇല്ല. Not only that, if there is no spirituality, there is no physical improvement. സ്പിരിച്വൽ ഡിവാസ്റ്റേഷൻ സംഭവിച്ചാൽ അതിന്റെ അർത്ഥം എല്ലാ മേഖലയിലും നാം തകർന്നു പോകുന്നു, അധപ്പതിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. If there is a spiritual devastation, we are destroyed in every area of our life. അപ്പോൾ സ്പിരിച്വലായ വലിയ നഷ്ടങ്ങൾ. Therefore, there is a great loss in spirituality. മൂന്നാമതായിട്ട് കൾച്ചറൽ ലോസസ്. Third, they have gone through cultural losses. അവര് വളരെ ഇൻഡിപെൻഡന്റ് ആയി അവർ ഒരു നേഷനെ പോലെ നിന്നവരായിരുന്നു. They are a very independent and separate nation. എന്നാൽ ഇപ്പോൾ അവര് ബാബിലോണിന്റെ അണ്ടറിലായിരിക്കുകയാണ്. But now they are under Babylon. അവർക്ക് ഇനി ഒരിക്കലും no longer they are empowered with self governance. And now no longer they will be empowered with self governance. അവർക്ക് പൊളിറ്റിക്കലായിട്ടും എക്കണോമിക്കലായിട്ടുമുള്ളതായ ഓട്ടോണോമി അവർക്ക് നഷ്ടമായി. Now they don't no longer have the autonomy to be political and economical. അവരുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് അവരുടേതായ അവർ സന്തോഷം കണ്ടെത്തിയിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളിലെല്ലാം അവർക്ക് നഷ്ടമായി. The spiritual practices and the joys they received through that have been destroyed. അവരുടെ ഓൾ ഐഡന്റിറ്റി ഇപ്പോൾ സ്പോയിൽ ആയിരിക്കുകയാണ്. And now their whole identity has been spoiled. അത് മാത്രമല്ല, ദൈവം അവർക്ക് നൽകിയ അതിമഹത്തായ സംസ്കാരത്തെ ഉപേക്ഷിച്ച് പാഗൻ കൾച്ചറുമായിട്ട് ചേർന്ന് അവർക്ക് ജീവിക്കേണ്ടി വന്ന അവസ്ഥ. Not just that, the high culture and tradition God gave them, now they are following the pagan culture. നോക്കണം, ഇതെല്ലാം ദൈവത്തിന്റെ വാക്കുകളെ അവഗണിച്ചു എന്നുള്ള ഒറ്റ കാരണമാണ്. And this is all because they disobeyed the word of God. പ്രിയമുള്ളവരെ, നമ്മുടെ വിളി വളരെ ശ്രേഷ്ഠമായതാണ്. ആ വിളിയിലേക്ക് നമ്മൾ പൂർണ്ണമായും എത്തിച്ചേരുന്നത് നാമും നമ്മുടെ ദൈവവുമായിട്ടുള്ള കൃത്യമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. My dear ones, our call is very high and great, and we will reach that only through our relationship with our God. അവർക്ക് ഇമോഷണലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. They went through emotional and psychological losses. നമുക്കറിയാം, ഇന്നും യുദ്ധങ്ങളൊക്കെ നടക്കുന്ന രാജ്യങ്ങളിൽ ഭവനരഹിതരായി സ്വന്തം ഭവനങ്ങൾ വിട്ട് റെഫ്യൂജി ക്യാമ്പുകളിലൊക്കെ ജീവിക്കുന്നവരുടെ അവസ്ഥകൾ പല ഇന്റർവ്യൂസിലൂടെ നാം കാണാറുണ്ട്. We know that, we can see even today in war hit countries, people have to leave their homes and go through refugee camps. വിവിധ തരത്തിൽ അവർ വളരെ ഡെസ്പെയറായി, അവർ ഒപ്രസ്ഡായി, മാനസികമായി തകർന്ന് പല വിധത്തിലുള്ളതായ അതേ രോഗങ്ങളിലും അടിമകളായി അവർ ബലഹീനരാകാൻ തുടങ്ങി. They are in a very despair and stress situation and go through sickness and lot of weakness in their lives. 137 സങ്കീർത്തനത്തിൽ ഭക്തന്മാർ ഒരുമിച്ച് നിന്ന് പറയുന്ന
ഒരു വാക്യമുണ്ട്, ബാബിലോണിന്റെ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. In Psalms 137 we can read, the people sat next to the rivers of Babylon and they wept when they remembered Zion. അവരുടെ കഴിഞ്ഞകാല സൗഭാഗ്യകരമായ അവസ്ഥകളെ ഓർത്തപ്പോൾ, ഇപ്പോഴത്തെ ദുരവസ്ഥയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർക്ക് താങ്ങാൻ കഴിയാത്ത സങ്കടവും കരച്ചിലുമാണ് ഉണ്ടായത്. When they thought about the blessed times they had back in Israel, and when they are thinking today, they are going through sorrow and weeping. പ്രിയമുള്ളവരെ, എങ്ങനെ സഹിക്കും സാമ്പത്തികമായ കടുത്ത നഷ്ടം? My dear ones, how will they face this great financial loss? അവർ അടിമകളെ പോലെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് സ്വന്തമായ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ അവർ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. They have lost their identity and living as slaves where they do not have any say. അവർ വലിയ പരിശോധനയുടെ മധ്യത്തിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. They are in the midst of a big crisis now. എങ്ങനെ ഇതിൽ നിന്ന് കരകയറാൻ കഴിയുമെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. They cannot even think or imagine how they will come out of this. നോക്കണം, അവിടെയാണ് പ്രവാചകനായ യിരെമ്യാവിലൂടെ ദൈവം അവരോട് സംസാരിക്കുന്നത്. That is where God is speaking to them through prophet Jeremiah. ഇവിടെ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുന്നു, എന്നെ അന്വേഷിക്കുക. Here God is speaking through the prophet, telling them to seek me. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് the unstoppable move of God. Here we can see the unstoppable move of God. ഒരിക്കലും നിൽക്കാത്തതായ ദൈവത്തിന്റെ ജനത്തോടുള്ളതായ ഇടപെടലിനെ കുറിച്ചാണ് നാം ഇതിൽ ആദ്യമായി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. We can see the unstoppable move of God in the midst of his people. ഇങ്ങനെ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ ഏതെങ്കിലും എത്ര കരുണയുള്ള മനുഷ്യനായാലും ഇതുപോലെ തിരിച്ച് കരുണയോടുകൂടെ സംസാരിക്കുവാൻ കഴിയുമോ? In this situation, can any man who is filled with mercy, can he speak in this manner? പ്രിയമുള്ളവരെ, ഇതാണ് നാം സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത. He is a merciful God. അവൻ കരുണാമയനായ ദൈവമാണ്. This is the speciality of our God we serve. He is a merciful God. ഇവിടെ ദൈവം വീണ്ടും അവരുടെ വെൽഫെയറും അവരുടെ കംപ്ലീറ്റ് റെസ്റ്റോറേഷനും ദൈവം ആഗ്രഹിക്കുകയാണ്. Here again God wants their welfare and a complete restoration. But this time the restoration is conditional. But this time the restoration is conditional. അവർ ദൈവത്തെ അന്വേഷിക്കണമെന്ന് മാത്രമല്ല, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കണം. And this time it is not just that they must search or seek God, but they must do it with their full heart. എന്താണ് പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ? What does it mean to seek or search the Lord with the full heart? With the full sincerity and devotion. It means with full sincerity and devotion. നമ്മൾ അറ്റ്മോസ്റ്റ് സിൻസിയറിറ്റിയോടുകൂടെ ദൈവത്തെ അന്വേഷിക്കണം. We need to seek God with utmost sincerity. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സിൻസിയറിറ്റി നാം സൂക്ഷിക്കുന്നുണ്ടോ? Are we protecting our sincerity in our relationship with our God? ദൈവത്തോടുള്ളതായ നമ്മുടെ ബന്ധത്തിൽ ആഴമേറിയ ഒരു ഭക്തി അതിനകത്തുണ്ടോ? Do we have that deep fear in our relationship with our God? കംപ്ലീറ്റ് ആയി ദൈവത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ? Do we have that complete focus in the Lord? നാം പൂർണ്ണമായും സമർപ്പിതരായി സറണ്ടേഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണോ ദൈവമായിട്ട് നമുക്കുള്ളത്? Are we fully surrendered and committed to the Lord? ഇതാണ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. This is what it means to search the Lord with the full heart. നമ്മൾ ദൈവത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ, ഹൃദയംഗമമായി അന്വേഷിക്കുവാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം സ്വായത്തമാക്കിയേ കഴിയുകയുള്ളൂ. We need some important things in our lives to receive and search the Lord with our full heart. ഒന്നാമതായിട്ട് we need humility. നമുക്ക് താഴ്മ ആവശ്യമാണ്. First thing we need is we need humility in our lives. We have to acknowledge that we need God. We cannot survive without God. We need to acknowledge that we need God and we cannot survive without God. അത് താഴ്മയുടെ അനുഭവമാണ്. It is an experience of humility. ആ ചിന്താഗതി ഏറ്റവും നമ്മെ താഴ്മയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിപ്പാനും നമുക്ക് സംസാരിപ്പാനും കഴിയുകയുള്ളൂ. That thought itself will lead us to a humility and that will lead us to a different attitude towards ഇവിടെയാണ് God. നാം സേവിക്കുന്ന നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നത്. That is where we see the speciality of our God we മത്തായി serve. എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകയാൽ
എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുക, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. In Matthew, Jesus says, I am humble and low. Take up my yoke and learn from me. It is simple and light. അതിനകത്തൊരു വാക്യം കൂടെ ആശ്വസിപ്പിക്കുന്നതായിട്ടുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നുള്ള വലിയ കംഫർട്ടിംഗ് വേർഡ് നമുക്കവിടെ കാണാൻ കഴിയുന്നു. And there is a comforting word to that where Jesus says, come to me who are heavily burdened, I will give you rest. അപ്പോൾ കർത്താവ് തൻ്റെ ഐഡന്റിറ്റി അവിടെ പ്രൊക്ലെയിം ചെയ്യുന്നു. എന്താണ്? ഞാൻ താഴ്മയും സൗമ്യതയുമുള്ളവനാണ്. ഹംബിൾ ആൻഡ് മീക്ക്. That Jesus is showing his identity and showing that he is humble and meek. Meekness is not a weakness. Meekness is not a weakness. താഴ്മ എന്ന് പറയുന്നത് ഒരു ബലഹീനതയായി ആരും കാണരുത്. Meekness cannot be seen as a weakness. നമ്മൾ വളരെ താഴ്മയോടെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന അനുഭവത്തെ ഒരുപക്ഷെ വേൾഡിലെ ആളുകൾ നമ്മൾ വീക്കാണെന്നുള്ള ചിന്തയിൽ ഉള്ളവരും കാണാം. When we deal with certain situations in humbleness and meekness, the world may see it as a weakness. പക്ഷേ ഒരിക്കലും മീക്ക്നെസ് ഒരു വീക്ക്നെസ് അല്ല. മീക്ക്നെസ് ഈസ് ഓൾവേസ് സ്ട്രെങ്ത് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. But never a meekness is weakness, but it is always the strength for the children of God. ദൈവ പൈതലിന്റെ ശക്തി അടങ്ങിയിരിക്കുന്നത് താഴ്മയുടെ അനുഭവത്തിൽ അവർ നിൽക്കുന്നതിലാണ്. The secret of the strength of God in the children is in humility and weakness. Can we praise God? Hallelujah. 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 നമ്മുടെ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ഉയരണം. ദൈവമേ, ആ താഴ്മയുടെ അനുഭവം എനിക്ക് ആഭരണമായി എന്നെ അണിയിക്കണമേ. A prayer should rise from us that experience of meekness shall be an adornment on me. രണ്ടാമതായിട്ട് നാം അസാധാരണമായ വിശ്വാസത്തിന്റെ ഉടമകളായി മാറണം. Secondly, we should be having an extraordinary faith. വിശ്വസിക്കുന്നവരായി നാം മാറണം. We should be people who believe. ഹീബ്രു 11:6 ഇങ്ങനെ പറയുന്നു, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നവനാണെന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. In Hebrews chapter 11 verse 6 it says, those who seek him he will reward them. അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്ന ദൈവമാണ്. He is a rewarder of those who diligently അത് seek നമ്മൾ him. വിശ്വസിക്കണം. We need to believe that. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുക. Today we should believe that. പല വിധത്തിൽ ആശങ്കയോടെ ഭാവിയെ നോക്കി കാണുന്നവർ ഇന്ന് ഈ കൂട്ടത്തിലുണ്ട്. There are many of you who are uncertain about your future. നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഭാരപ്പെടുന്നവരും ഉറക്കം കെട്ട സമയങ്ങൾ ഭാരത്തോടെ ചെലവഴിക്കുന്നവർ ഇതിനകത്തുണ്ട്. Many who are burdened and having sleepless nights about what will happen tomorrow. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഭാരപ്പെടണ്ട, താഴ്മയോടെ അവന്റെ സന്നിധിയിൽ ജീവിതത്തെ ഏൽപ്പിച്ച് അവന്റെ വചനത്തിൽ വിശ്വസിക്കൂ. വളരെ ശ്രേഷ്ഠമായ ഒരു ഫ്യൂച്ചർ ദൈവപൈതലേ നിനക്കുണ്ട്. But today the Holy Spirit is saying, do not be burdened, but be surrendered to the Lord, because you have a bright future in the Lord. അവനെ ഹൃദയംഗമമായി അന്വേഷിക്കുന്ന നിന്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ ഒരു ഭാവിയുണ്ട്. You who diligently seek him, you have a great and bright future in the Lord. ദൈവപൈതലേ, നീ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല. You will never be ashamed. നീ നിരാശപ്പെടാൻ അവൻ അനുവദിക്കത്തില്ല. He will never let you down. നീ കരഞ്ഞ് അതേ തകർന്ന അനുഭവത്തിൽ തല താഴ്ത്തി നിൽക്കുന്നത് കാണാൻ കർത്താവിന് താല്പര്യമില്ല. God never wants you to be head down and in a situation അതുകൊണ്ടാണ് of sorrow. ദൈവാത്മാവ് ഇന്ന് പകൽ ഇപ്രകാരം നമ്മോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. That is why the God is speaking to us in this manner. സാഹചര്യത്തെ മാറ്റാൻ അവന് താല്പര്യമുണ്ട്. He is desiring to turn your situation. ചുറ്റുപാടുകൾക്ക് ആകമാനമായ മാറ്റം വരുത്താൻ അവൻ ആഗ്രഹിക്കുന്നു. He is desiring to turn your surroundings. Are you ready to seek him wholeheartedly? Are you ready to seek him wholeheartedly? പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുവാൻ ഇന്ന് തയ്യാറാണോ? Are we ready to seek him wholeheartedly? പൂർണ്ണ ഹൃദയത്തോടെ നീ അന്വേഷിക്കൂ, വിളിച്ചപേക്ഷിക്കൂ. അവൻ സമീപസ്ഥനായി നമ്മുടെ മധ്യത്തിലുണ്ട്. If you seek him with your full heart, he is very close to you today. ഹല്ലേലൂയ. മൂന്നാമതായി, Thirdly, ഒബീഡിയൻസ്, അനുസരണമാണ്. obedience. അവന്റെ പ്രവർത്തികളുമായി അലൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മാറണം. Our life should be aligned to his works. അവന്റെ ഹിതത്തിന് അനുരൂപപ്പെടുന്ന ഒരു അനുഭവം. His will should be our will. റോമൻസ് ചാപ്റ്റർ 8 12 പറയുന്നുണ്ട്,
എങ്ങനെയുള്ള ആരാധനയും എങ്ങനെയുള്ള ജീവിതവുമായിരിക്കണം നമ്മുടേതെന്ന്. In Romans chapter 12, we can see how our worship and our life നമ്മൾ should be. ബുദ്ധിയുള്ള ആരാധനയായിരിക്കണമെന്നും യഥാർത്ഥമായ ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരുമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. We should give a sacrifice which is holy and acceptable, and a real transformation should come in our life. സങ്കീർത്തനം 63:1 ഇങ്ങനെ പറയുന്നു. 63 ഒന്ന് വായിച്ചേ. In Psalm 63 verse 1 it says, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. O God, you are my God. Early I will seek you. My soul thirsts for you. My flesh longs for you in a dry and thirsty land where there is no water. ഇവിടെ വളരെ തകർന്ന അനുഭവത്തിൽ നിൽക്കുന്നതായ ദാവീദ് പറയുകയാണ്, ദൈവമേ, വെള്ളമില്ലാതെ വരണ്ട നിലത്തെന്ന പോലെ എൻ്റെ ആത്മാവ്, അതേ സ്തോത്രം, നിന്നെക്കുറിച്ച് ദാഹിക്കുന്നു. Here David, who is in a very broken situation, is saying, in a dry and thirsty land where there is no water, my soul thirsts for you. അതുപോലൊരു ദാഹം കർത്താവിനെ കുറിച്ചുണ്ടോ? Do we have that thirst for God? പ്രാർത്ഥിച്ചാട്ടെ. Can we start praying? നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ളത് ബ്രൈറ്റ് ആയിട്ടുള്ള വഴികളും ഫ്യൂച്ചറുമാണ്. Our God has bright ways and future for us. നാം തന്നെ നമ്മുടെ ചിന്താഗതികൾ കൊണ്ടും റോങ് ഡിസിഷൻസ് കൊണ്ടും റോങ് ടൈപ്പിലുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടും നമ്മുടെ ഭാവിയെ പരിമിതപ്പെടുത്തി കളയരുത്. Let us not through our thoughts and decisions limit our futures. ഹല്ലേലൂയ. ദൈവജനം പ്രാർത്ഥിക്കാനുള്ള ആലോചന ഈ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നു. God is giving a message for the people to start praying now. വലിയ ഉറപ്പാത്മാവ് നൽകുന്നു, നീ ലജ്ജിച്ചു പോകത്തില്ല. God is giving a firm hope you will never be put to shame. But that promises is conditional. But that promise is conditional. You have to seek him wholeheartedly. You have to seek him wholeheartedly. ഇന്ന് പകൽക്കാലം അങ്ങനെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുവാൻ വിളിക്കുന്ന അതിനുവേണ്ടി നമ്മുടെ നാവുകൾ, അതേ സ്തോത്രം, ശരീരം, മനസ്സ് ഒരുപോലെ സന്നദ്ധമാകട്ടെ. Today let our hearts and minds, our tongue be completely aligned to call him and seek him wholeheartedly. നമുക്കറിയാം ലൂക്കോസ് 15 മുടിയനായ പുത്രന്റെ കാര്യം നമുക്കറിയാം. We know about the prodigal son in Luke chapter 15. അവിടെ മിയർ ഒരു എക്സ്പീരിയൻസ് നമ്മളെ പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടി എഴുതിയതല്ലത്. It was not just a mere experience which is written there. അത് വാസ്തവമായും ദൈവം പ്രവർത്തിക്കുന്ന രീതിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. But it is truly how God deals with his people. കുറേ സമയത്തേക്ക് ഈ പ്രോഡിഗൽ സണ്ണിന്, മുടിയനായ പുത്രന് ഒരു തിരിച്ചറിവില്ലായിരുന്നു. For a long time this prodigal son did not have a self introspection. അവന്റെ ജീവിതത്തിന്റെ കൊടിയ പരാജയത്തിന്റെ നടുവിലാണ്, മറ്റെങ്ങും വഴി കാണാതിരുന്നപ്പോഴാണ് അവന് ഗൗരവമായി കാര്യങ്ങളെ ചിന്തിക്കാൻ തുടങ്ങിയത്. When he came into a great failure and could not see any ways, that's when he started thinking. പ്രിയമുള്ളവരെ, സ്പിരിച്വലി മെച്യൂർഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവർ സമയാസമയങ്ങളിൽ ലഭിക്കുന്ന ആലോചനകളും വചനങ്ങളും ദൈവത്തിന്റെ വാക്കുകളും വളരെ നിഷ്ഠയോടുകൂടെ ജീവിതത്തിൽ സംഗ്രഹിച്ച് അവർ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. My dear ones, the people who are spiritually matured are the ones who receive the counsel and teaching and diligently put it in their lives. അപ്പോൾ അവർക്ക് സമയാസമയങ്ങൾ ലഭിക്കേണ്ടത് കൈകളിൽ കിട്ടും. Therefore they will get what they want in the appointed ഇല്ലെങ്കിൽ time. ടൈമൊക്കെ ചേഞ്ച് ആകും. Otherwise the times will change. ഡെലിവറൻസിന്റെ ടൈമുകൾ മാറിപ്പോകും. Otherwise deliverance times will change. വിടുതൽ അനുഭവിക്കേണ്ട സമയത്ത് വിടുതൽ ലഭിക്കത്തില്ല. And when they need a deliverance they cannot experience it. ദൈവപ്രവൃത്തികളെ കണ്ട് ദൈവത്തെ സ്തുതിക്കേണ്ട സമയത്ത് വിലപിച്ചു നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ. The times when they need to worship and praise God for the great deeds ഇന്ന് they are പകൽ weeping. ദൈവമൈതലേ, ഒരു മടിയും കാണിക്കേണ്ട. ദൈവസന്നിധിയിൽ ഹൃദയത്തെ ഏൽപ്പിച്ചു നീ പ്രാർത്ഥിക്കൂ. Let us not be ashamed today but surrender our hearts and pray in the midst of God. നിശ്ചയമായും ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. Surely God will do great things for you. യെശയ്യാവ് 21:13 നാം വായിക്കുമ്പോൾ, In Isaiah chapter 21 verse അതിൽ 30. നമുക്ക് ആ 13 ഒന്ന് വായിച്ചേ. Can we read that verse please? അറബ് ദേശത്തെക്കുറിച്ചുള്ള പ്രവാചകം, ദേദാന്യരുടെ സാധഗണങ്ങളായുള്ളവരെ, നിങ്ങൾ അറബികളെ കാട്ടിൽ രാപ്പാർപ്പേൻ.
ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സർഫേസ് ലെവലുള്ള, ഒരിക്കൽ എവിടെയോ ഈ പദം, ഈ വൊക്കാബുലറി ഉപയോഗിച്ചിട്ടുള്ളതാണ്, വീണ്ടും ദൈവാത്മാവ് നൽകുന്നു. സർഫേസ് ലെവലിലുള്ള ഒരാരാധനയല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. God is specifically speaking with that term that God does not want a surface level worship from us. പിന്നെയോ നമുക്ക് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ബന്ധമാണ് ദൈവത്തിന് വേണ്ടത്. But God wants a very intimate relationship with Him. വളരെ അടുത്തൊരു ബന്ധം ദൈവവുമായിട്ട് നാം സൂക്ഷിക്കുക. He wants a very close relationship with us. സർഫേസ് ലെവൽ എന്ന് പറയുമ്പോൾ അത് സൂപ്പർഫിഷ്യൽ ആണ്. Surface level means it is very superficial. മലയാളത്തിൽ അത് ഉപരിപ്ലവമായിട്ടുള്ളതാണ്. It is a superficial experience. അത് പുറമേ മാത്രമേ ഉള്ളൂ. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ഈ ജനം എന്നെ ഹൃദയം കൊണ്ട്, വാ കൊണ്ട്, അധരം കൊണ്ട് എന്നെ പറഞ്ഞാട്ടെ. That's why Isaiah says, these people come to me with their words, but their hearts are far away. ഹൃദയം കൊണ്ട് ഒരുപാട് അകന്നിരിക്കുന്നു. Their hearts are far away. അപ്പോൾ ഇതാണ് സർഫേസ് ലെവൽ ഓഫ് വർഷിപ്പ്. This is surface level of worship. സർഫേസ് ലെവൽ എന്ന് പറയുമ്പോൾ എല്ലാം വാക്കുകളിൽ ഒതുങ്ങുന്നു. It means everything is in words. അത് ഹൃദയം കൊണ്ട് ഉണ്ടാകുന്നില്ല. But doesn't come from the heart. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം ഹൃദയം കൊണ്ടുള്ള ബന്ധമാണ്. But a relationship with God is out of the heart. ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ ഇന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. Today let us pray to come into that experience. 107-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് അതെ നിറയ്ക്കുകയും ചെയ്യും. In Psalms 107 he says he satisfies the longing soul and fills the hungry soul with goodness. ഹല്ലേലൂയ, സ്തോത്രം. ആർത്തി ഉണ്ടെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിൽ തൃപ്തിക്കുള്ള ഒരു അവസരം ഉണ്ടാകും. If you have a longing, the Lord is here to satisfy you. ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അതേ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാംക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആഗ്രഹം. A relationship with God should be such, as the psalmist says, as the deer pants for water, so my soul longs for you. ഹല്ലേലൂയ, സ്തോത്രം. ആ അനുഭവം ശ്രേഷ്ഠമായ അനുഭവമാണ്. That is a very blessed experience. അതിന് മറ്റൊരു സ്റ്റോറി കൂടെ ഉണ്ട്. ഇത് സന്ദർഭത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. There is another story to it as well. ഈ മാനും ഏറ്റവും ബലഹീനമായ ആനിമൽസിൽ ഒന്നാണ്. We know that deer is one of the weakest animals. എല്ലായ്പ്പോഴും വളരെ ഭയത്തോടെ ഗ്രൂപ്പായിട്ടാണിത് എപ്പോഴും അത് കടന്നു പോകുന്നത്. We can see that they are always afraid and in groups. അപ്പോൾ തന്നെ വൈൽഡ് ആനിമൽസിനെല്ലാം ഇതൊരു ആഹാരം കൂടിയാണ്. At the same time it is a good prey for the wild animals. അപ്പോൾ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എന്നുള്ളതിൻ്റെ ഒരു നരേഷൻ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സന്ദർഭോചിതമായിട്ട് പറയുന്നത്. It is one narration I have heard about the deer which goes towards the stream. ഈ മാൻ ഇതിനെ വന്യജീവികൾ പിടിക്കാൻ വരുമ്പോൾ ഇത് ഓടും. This deer, when wild animals come to catch it, it runs. ആ സമയത്ത് ഇതിന്റെ ഓട്ടം എന്ന് പറയുന്ന ലക്ഷ്യം മുൻപിലുള്ളത് എവിടെ സ്ട്രീംസ് ഉണ്ട്, എവിടെ വാട്ടർ ഉണ്ട്, അവിടേക്കാണ് ഇത് ഓടുന്നത്. And that time when it runs, it is just trying to find out where water is. It is rushing towards that. കാരണം എത്ര ഓടിയാലും അവനേക്കാൾ തളരാത്തതായ ആനിമൽസ് ആണ് ഇതിനെ ഫോളോ ചെയ്യുന്നത്. Because it knows how long it can run. The animals behind it are very powerful. അങ്ങനെ ഓടി ഓടി തീർക്കുവാൻ കഴിയുകയില്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. And it knows that it cannot escape by merely running. അപ്പോൾ ഇത് സ്ട്രീംസ് ആണ് തിരയുന്നത്. Therefore it is searching for streams. എന്താണെന്നറിയാമോ, ഇത് വെള്ളത്തിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വൈൽഡ് ആനിമൽസ് എല്ലാം അതിന് കരയിൽ വരെ വരുത്തുള്ളൂ, ഓടെ നിൽക്കും. The reason is because when it goes down into the water, the wild animals will stand at the shore. വളരെ സ്പിരിച്വൽ മിസ്റ്ററീസ് അതിനകത്തുണ്ട്. There is a lot of spiritual mystery in it. അതുപോലാണ് സങ്കീർത്തനക്കാരൻ ആ ജലത്തിലേക്ക്, ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരാനാണ് ആഗ്രഹിക്കുന്നത്. In the similar manner, the psalmist wants to come into that experience. എന്തുകൊണ്ടാണെന്നറിയാമോ? Why is it so? ശത്രുവിനെ പിടിക്കാൻ കഴിയില്ല. Because the devil cannot catch him. അതേ ദൈവവചനത്തിലും ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിലും ദൈവ പൈതൽ നിൽക്കുമ്പോൾ, ആ അനുഭവത്തിൽ നിൽക്കുമ്പോൾ
അവന്റെ ദാഹവും വിശപ്പും അതിലുപരി ശത്രുവിന്റെ മേലുള്ള ജയവും അവന് നേടുവാൻ കഴിയും. When a child of God stands in the word of God and the fullness of the Holy Spirit, not only his hunger and thirst is fulfilled, but also protection from his enemies. ഇന്ന് പകൽക്കാലം നമ്മിൽ നിന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയും സമർപ്പണവുമാണ് ദൈവാത്മാവ് പ്രതീക്ഷിക്കുന്നത്. Today the Lord is desiring an earnest prayer and a true submission from us. യാക്കോബ് എഴുതിയ ലേഖനം 4:8 പറയുന്നു, എന്റെ അടുക്കലേക്ക് വരിക, എന്നാൽ ഞാനും നിന്റെ അടുക്കലേക്ക് വരും. In James chapter 4 verse 8 it says, draw near to God and he will draw near to you. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു ക്ലാരിറ്റി തരണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray for a clarity in our spiritual life. നമ്മുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ആയിട്ടും ദൈവത്തിൽ സമർപ്പിതമായ ഒരു ജീവിതം തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us pray for a life which is fully surrendered to the God. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠമായ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ അവൻ നൽകി തരും. If that's the case, then he will do great things in our lives. ഇവിടെ ദൈവം കരുണയോടുകൂടി അവരുടെ അടുക്കൽ വന്നവരോട് സംസാരിക്കുകയാണ്. Here God is coming and speaking to them mercifully. ഒരുപാട് താമസിക്കാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഞാനൊരു ഉദാഹരണം തരും. He is saying, not before it is too late, I will rescue you from here. But you have to seek me wholeheartedly. But you have to seek me wholeheartedly. ഇതാണ് കണ്ടീഷൻ. This is the condition. ഈ സന്ദേശം വളരെ ലഘുവായ ഒരു സന്ദേശമാണ്. It is a very simple message. You have to seek me wholeheartedly. You have to seek me wholeheartedly. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Can we close our eyes and pray? എല്ലാവരും അധരങ്ങൾ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. Let us all open our mouths and pray. നമ്മുടെ ആരാധനയും സമർപ്പണവും സൂപ്പർഫിഷ്യൽ ആകരുത്, എർത്ത് ലെവൽ, സർഫേസ് ലെവൽ ആകരുത്. അത് ഹൃദയം കൊണ്ടുള്ളതും ഇന്റിമേറ്റ് ആയിട്ടുള്ളതുമാകണം. Let our worship and submission not just be on a surface level, but be intimate and true. എല്ലാ ദൈവമക്കളും ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. Can we all start praying for some time? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സമയങ്ങളാണിത്. It is a time when the Holy Spirit is going to do great things in our lives. നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് വലിയ ഫലമാണുള്ളത്. The prayers which we make with full submission has great reward and fruits. നമ്മുടെ ഹൃദയംഗമമായ പ്രാർത്ഥനയുടെ മുൻപിൽ അവൻ വഴിമാറി പോകത്തില്ല. അവൻ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. Through our prayers from our heart, he will not leave you lonely, but he'll come close to you. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. He is close to the broken-hearted and saves those who have contrite spirit. പ്രിയമുള്ളവരെ, നിന്റെ ഭാവിയെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. ഇന്ന് ജീവിതത്തിന്റെ സമർപ്പണത്തെ പുതുക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. ബാക്കി കാര്യങ്ങളെ കർത്താവ് ക്രമീകരിക്കും. My dear ones, do not be afraid about your future, but make this time to renew your submission to the Lord. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിലും ഇരട്ടിയായി മടക്കി തരാൻ കഴിവുള്ള കർത്താവിന്റെ തിരു സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചു നിൽക്കുകയാണ്. Even if you might be in a situation of utter loss, but he is here to completely recompense and compensate. ദൈവവൈതലെ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നതിനെ അവൻ നിനക്ക് മടക്കി തരും. Whatever you think is lost, he is ready to give it back to ഒരു you. മടിയും കൂടാതെ ദൈവസന്നിധിയിൽ ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. Let us pray without any shame loud. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. Let us pray in the spirit. ഓ ബാബിലോണിന്റെ ബലിഷ്ഠമായ കരങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ഒരിക്കലും മാനുഷിക ശക്തി കൊണ്ട് കഴിയില്ലായിരുന്നു. എന്നാൽ ജനം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഉദ്ധാരണങ്ങളെ അവൻ അയച്ചെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ഏകാഗ്ര ഹൃദയത്തോടെ നീ അന്വേഷിക്കുമെങ്കിലോ നിനക്ക് വേണ്ടി ഉദ്ധാരണങ്ങളെ, ഓ ബാബിലോണിന്റെ ബലിഷ്ഠമായ കരങ്ങളെ പോലെ നിന്റെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്ന, ഭാവിയെ ഇരുട്ടിൽ നിർത്തിയിരിക്കുന്ന ഹാലലിയ വെല്ലുവിളികളെ ഇന്ന് പകലവൻ അതേ സ്തോത്രം മാറ്റിക്കൊണ്ട് പുതിയൊരു വഴിയെ തുറക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പ്രവചിക്കുന്നു. ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. No power of man could have delivered from the hand of Babylon. Hallelujah. But if you pray with full heart, God is telling you is going to deliver you and do great things in your lives. ഹല്ലേലൂയ. ദൈവജനം ആത്മാവിൽ ചില നിമിഷങ്ങൾ കരങ്ങൾ അടിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. നിനക്ക് മുൻപിൽ ഉയരുന്ന തടങ്കൽ പാറകള്, ശത്രു ഉയർത്തുന്ന വെല്ലുവിളികള് ഇന്ന് പകല് ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ നടുവില് ദൈവാത്മാവ് ഇറങ്ങി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നിനക്ക് വേണ്ടി വഴിത്തിരിവൊരുക്കുന്ന ഓ വലിയ ദൈവമായി ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നു. വൽഖാര സൈതാമാന ജൂഡൽ പ്രൗഢ രഗദ രഗദൽ
Glory be to God. Glory be to God. സന്തര ക്ഷമനാദന യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ നടക്കട്ടെ. ഓ ശക്തന്മാരോട് ഇടപെടുവാൻ, മല്ലന്മാരോട് ഇടപെടുവാൻ, അടർക്കമന ഘടകരഹസ്യ ദേശശക്തികളോട് ഇടപെടുവാൻ, ബന്ധപ്പെടുന്ന ദൈവിക സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവജനം പ്രാർത്ഥിക്കട്ടെ. സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തി പ്രാർത്ഥിക്കട്ടെ. Glory be to God. Glory be to God. Glory be to God. Glory be to God. കരുണാമയനായ കർത്താവേ, നിന്റെ കരത്തിന്റെ ശക്തി ഓ ശക്തൽ പ്രൗഢ രഹസ്യാന ഓ സ്തോത്രം ശക്തമായ വെല്ലുവിളികളുടെ നടുവിലേക്ക് ഇറങ്ങുന്നതിനായി, ഇറങ്ങി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം തരികയാണ്. Oh Lord, we praise and thank you, Lord. നിന്റെ വലിയ കരം തന്റെ ജനത്തിന് അനുകൂലമായി നീട്ടുന്നതിനായി സ്തോത്രം. You have stretched your arm for your people. ശ്രേഷ്ഠമായ പദ്ധതിയിലേക്ക് നീ ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. You are going to lead them to great fulfillments. Therefore we thank you. ഓ ശത്രുവിന്റെ വെല്ലുവിളികളിൽ നിന്നും അവൻ ഉയർത്തിയിരിക്കുന്നതായ മതിൽക്കോട്ടകളെ പൊളിച്ചുകൊണ്ട് തന്റെ ജനത്തെ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. You are going to deliver your people from the fortresses of the enemies. Therefore we thank you, Lord. ഈ നാളുകളിൽ വെട്ടയാടുന്ന ഭയം സ്വർഗം നീക്കുന്നതിനായി സ്തോത്രം. In these days, the fear which is tormenting, the heaven has removed it. Therefore we thank you. മുന്നേറാൻ കഴിയുമോ ഇല്ലയോ, ഭാവി ഇരുട്ടിലായിരിക്കുന്നു എന്ന് സങ്കടപ്പെടുന്ന ചിന്തകളെ സ്വർഗം എടുത്തു മാറ്റുന്നതിന് സ്തുതിക്കുന്നു. Heaven has removed the thoughts of uncertainties and sorrows about future. Therefore we thank you. ചില നഷ്ടങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്ന ജീവിതങ്ങൾക്ക് ചില മടക്കി കൊടുക്കലിന്റെ പ്രവർത്തികൾ സ്വർഗം ചെയ്യുന്നതിനായി സ്തോത്രം. The heaven is doing some restoration work for people who are in utter loss. Therefore we thank you. യേശുവിൻ നാമത്തിൽ ആ വിടുതലുകൾ പൂർണ്ണമാകട്ടെ. ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഓ റബെതേരിയാലബ റസ്യാതേരിയാ രഗദനാസിയ റംതുനാസിയ തേരിയാലബ ഓ റവൽ പ്രവൽ ഖമാനഗസ്യാദ. യേശുവിൻ നാമത്തിൽ അത് നടക്കട്ടെ. ഓ സൃഷ്ടിപ്പുകൾ നടക്കട്ടെ. കലാരബ യേശുവിൻ നാമത്തിൽ ഖരാമനാദര അർഖരബലബ ശബ്ദൽ പ്രബല ക്രമനഗണഗരഗസ്യ നടക്കത്തില്ലെന്ന് ലോകം വിധി എഴുതിയത് നടക്കട്ടെ. ഖൽബറ ഖമനാദിയ വശതേരിയാൽ ബരാനാദിയ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Our most loving Father, we thank you for this wonderful time you have given us, Lord. We thank you for your simple and clear message, Lord Jesus, to be surrendered to you fully, to seek you with our full heart, Lord, to obey you, to believe in you, Lord Jesus, and Lord, not to be a superficial or a surface level child of yours, Lord, but a true and intimate relationship, Master. Today we surrender for that, Lord, for your bright futures and promises to be fulfilled in our lives, Lord. Once again we yield ourselves. Thank you, Lord, for hearing our prayers. In Jesus' name I pray. Amen. നമുക്ക് സ്തുതിക്കാം സന്തോഷത്തോടെ. ഹല്ലേലൂയ.